ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കടം കൊണ്ട് തകരുന്നവർ. അനേകർ കടം എടുത്തതു മുഖാന്തരമായി തകർച്ചകളിലൂടെ കടന്നു പോകുന്നു. കടം ബാധ്യത സൃഷ്ടിക്കും. കടം നമ്മുടെ സ്വാതന്ത്ര്യത്തെ എടുത്തു കളയും. ബോറോയിങ് ലീഡ്സ് ടു ഒബ്ലിഗേഷൻ ആൻഡ് ലോസ് ഓഫ് ഫ്രീഡം. വീട് ജപ്തി ചെയ്യുവാൻ വേണ്ടി ബാങ്കുകാർ വരികയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിച്ചു. കടം മുഖാന്തരമായിട്ട് പലിശ കൊടുക്കുവാൻ പോലും പണമില്ലാതെ വരുന്നു. അവിടെ നിന്ന് ഒരു പടി കൂടെ കടന്നു പറയുകയാണെങ്കിൽ വീട്ടിൽ പാല് വാങ്ങുവാൻ പോലും പൈസയില്ലാതെ ആയിരിക്കുന്നു. കുട്ടികൾക്ക് ഫീസ് കൊടുക്കുവാൻ കഴിയുന്നില്ല. കടം വരുത്തിവെച്ച ബാധ്യതകൾ, കടം വരുത്തിവെച്ച വിന വളരെ വലുതാണ്. അതിൻ്റെ തിക്താനുഭവം അനുഭവിക്കുന്ന ആയിരങ്ങളുണ്ട്. ഇന്നത്തെ ഈ ലോകമെന്ന് പറയുന്നത് കടം കൂടാതെ ജീവിക്കുവാൻ കഴിയുന്ന ഒരു ലോകമല്ല ഇന്നത്തെ ലോകം. വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ വീട് വാങ്ങിച്ചവർ ജീവിതകാലം മുഴുവൻ കടം തിരിച്ചടയ്ക്കുവാൻ വേണ്ടി ഉത്തരവാദിത്വമുള്ളവരാണ്. കടത്തിലാണ് ഇന്നത്തെ ഈ ലോക സംവിധാനം മുന്നോട്ട് പോകുന്നത്. വേൾഡ് ബാങ്ക് ഉണ്ട്, വേൾഡ് മോണിറ്ററി സംവിധാനങ്ങളുണ്ട്. അവരുടെ എല്ലാം പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കടം കൊടുക്കുക എന്നതാണ്. രാജ്യങ്ങൾക്ക് പണം കടം കൊടുക്കുക. ശ്രീലങ്ക തന്നെ ചൈനയിൽ നിന്ന് കടം വാങ്ങിച്ചത് മുഖാന്തരം വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഉണ്ടായി. അനേകം രാജ്യങ്ങൾ കടം വാങ്ങിച്ചത് മുഖാന്തരം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ കടം വാങ്ങാതെ ഇന്ന് ഈ സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിലയിലാണ് സംവിധാനങ്ങൾ ലോകം ക്രമീകരിച്ചു വച്ചിരിക്കുന്നത്. ബാങ്ക് തന്നെ നിലനിൽക്കുന്നത്, ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കടത്തിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റല്ലേ അവരുടെ പ്രധാനപ്പെട്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുകയും കടം കൊണ്ടുവരുന്ന ബാധ്യതകളിൽ കുടുങ്ങിപ്പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. കടം വാങ്ങാതെ ജീവിക്കുവാൻ കഴിയുന്ന ഒരു നിലയിലേക്ക്, ആ ഒരു പ്രതലത്തിലേക്ക് ഉയരേണ്ടത് ആവശ്യമാണ്. ബൈബിളിലും ചില ഭാഗങ്ങളിൽ ചിലർ കടം വാങ്ങിയതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശയുടെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ കടം വാങ്ങേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടായിരിക്കും? നമുക്കതിൻ്റെ പശ്ചാത്തലം അറിയില്ല. എന്നാൽ എലീശയ്ക്ക് അതറിയുവാനും കഴിഞ്ഞില്ല എന്നത് ഈ ഭാഗത്തു നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ശുശ്രൂഷയിലായിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളൊരു പ്രധാനപ്പെട്ട മിനിസ്ട്രിയിൽ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങളോട് സഹകരിക്കുന്ന, നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ മിനിസ്ട്രിയുടെ ഭാഗമായിരിക്കുന്ന അസോസിയേറ്റ്സ് അവർ കടത്തിലേക്ക് പോകാതിരിക്കത്തക്കവണ്ണം അവരെ ഫൈനാൻഷ്യലി, അവരെ സാമ്പത്തികമായിട്ട് ബ്ലസ് ചെയ്യുവാൻ, അവരുടെ സാലറിയിലൂടെ മറ്റ് നിലകളിൽ അവരെ ബ്ലസ് ചെയ്യുവാൻ ശുശ്രൂഷയിൽ നേതൃത്വത്തിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്വമുണ്ട്. എലീശ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്നാൽ അത് കഴിയാതെ വന്നു. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഭാര്യ വന്ന്, ഈ പ്രവാചകൻ്റെ ഭാര്യ, കടത്തിലായ ആ സഹോദരി വന്ന്, ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം കടക്കാര് മക്കളെ പിടിച്ചു കൊണ്ടുപോകുവാൻ വന്നപ്പോൾ അവർ വന്ന് പറയുന്ന സന്ദർഭത്തിൽ അവരുടെ ആ പ്രതിസന്ധിയെ എലീശ പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉദാഹരണമാണ്. എലീശയുടെ ശുശ്രൂഷകന്മാരിൽ മറ്റൊരാൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ മരം മുറിക്കാൻ പോയ സന്ദർഭത്തിൽ ആ കോടാലി ഊരി വെള്ളത്തിൽ പോയപ്പോൾ അദ്ദേഹം പറയുകയാണ്, യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. കോടാലി വായ്പ വാങ്ങുകയാണ്. കോടാലി വായ്പ വാങ്ങി
ഏലീശയുടെ പ്രവാചകന്മാരിൽ ഒരാൾ കടം വാങ്ങിയിരുന്നു. ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ ബൈബിളിൽ കടവുമായിട്ടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നു. കടബാധ്യതയിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരണം, തീർച്ചയായിട്ടും പുറത്തു വരണം. മാത്രവുമല്ല, കടബാധ്യത വരുത്തിയിരിക്കുന്ന ആ ഞെരുക്കങ്ങൾ മുഖാന്തരമായിട്ട് മനസ്സിൻ്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടിരിക്കുന്നു, നിരാശ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടെത്തി അതിനെ പരിഹരിക്കണം. ആത്മഹത്യയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. ചിലരൊക്കെ കടമങ്ങ് വർദ്ധിച്ച് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു, വീട്ടുകാര്യം നോക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മരിച്ചേക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലും അത് ഒരു പരിഹാരമല്ല. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ അവിടുന്ന് പരിഹരിച്ചു തരുവാൻ വിശ്വസ്തനാകുന്നു. ഏത് കടബാധ്യതയാണെങ്കിലും അതിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തനാകുന്നു. ചില കാര്യങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, കടം വാങ്ങിയവർ അവർ ഹൃദയത്തിൽ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്, ഞാനത് തിരികെ കൊടുത്തിരിക്കും. ബാങ്കുകാരാണെന്നുണ്ടെങ്കിൽ അവർ തിരികെ മേടിച്ചിരിക്കും. നമ്മൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ പോലും അവർ തിരികെ മേടിച്ചിരിക്കും. എന്നാൽ നിങ്ങൾ വ്യക്തികളിൽ നിന്ന് കടം മേടിച്ചതിന് ശേഷം തിരികെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ധാർമ്മികമായിട്ട് ഒരു വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു. കടം വാങ്ങിയവർക്ക് ധാർമ്മികമാകുന്നൊരു ഉത്തരവാദിത്വമുണ്ട്, കടം മടക്കി കൊടുക്കുക എന്നത്. നിങ്ങൾ കടം വാങ്ങിയിരിക്കുന്നു, നിങ്ങളൊരു ദൈവവേദലാകുന്നുവെങ്കിൽ കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയില്ല. കടം മടക്കി കൊടുക്കുമ്പോൾ, തക്ക സമയത്ത് പറഞ്ഞ വാക്കനുസരിച്ച് കടം മടക്കി കൊടുക്കുമ്പോഴാകുന്നു ദൈവനാമം മഹത്വപ്പെടുന്നത്. സങ്കീർത്തനങ്ങൾ 37 പോകുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു. 37 സങ്കീർത്തനം അതിൻ്റെ 21 വാക്യം, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. അപ്പോൾ തിരികെ കൊടുക്കാത്തവരെക്കുറിച്ച് ഇവിടെ പറയുന്നത് ദുഷ്ടന്മാരെന്നാ. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ഒരു പരാമർശം ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം അതിൻ്റെ 22 14 വാക്യം, ഒരുത്തൻ കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻ അരികെ ഇല്ലാതിരിക്കെ വല്ല കേട് ഭവിക്കുകയോ ചത്തുപോകുകയോ ചെയ്താൽ അവൻ പകരം കൊടുക്കണം. വായ്പ വാങ്ങുന്നവൻ പകരം കൊടുക്കണം, മടക്കി കൊടുക്കണമെന്നാണ് ഈ വചനവും വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിലും ഉയർന്നൊരു തലത്തിലേക്ക് കയറിപ്പോകുവാൻ കഴിയും. വായ്പ വാങ്ങാതെ തന്നെ ജീവിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. വായ്പ വാങ്ങുന്നത് പാപമെന്നോ കടം വാങ്ങുന്നത് പാപമെന്നോ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ കടം മുഖാന്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നതിനാൽ കടം നല്ലതല്ല. കടം വാങ്ങാതെ ജീവിക്കുവാൻ കഴിയുകയാണെങ്കിൽ അത് ഉന്നതമാകുന്നൊരു പ്രതലമാകുന്നു, ഉന്നതമാകുന്നൊരു അനുഭവമാകുന്നു. ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യം ശ്രദ്ധിക്കുക. അതിൻ്റെ 15 അധ്യായം, ആവർത്തന പുസ്തകം 15 6 വാക്യം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾക്ക്, നേഷൻസിന്, നീ അനേകം ജാതികൾക്ക്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ കർത്താവ് പ്രോമിസ് ചെയ്യുന്നത് എന്താകുന്നു? നമ്മളെ ഒരു ബ്ലെസ്സിങ് ആക്കുമെന്നാണ്. പുതിയ നിയമം ഒരു ബ്ലെസ്സിങ്ങിൻ്റെ കവനൻ്റ് ആകുന്നു, ഉടമ്പടിയാകുന്നു. പുതിയ ഉടമ്പടിയിലൂടെ ദൈവം നമ്മെ അനുഗ്രഹങ്ങളാക്കി മാറ്റുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞ ആ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണമാണ് പുതിയ നിയമത്തിൽ സംഭവിക്കുന്നത്. ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കും, നീ ഒരു അനുഗ്രഹമാകുമെന്നുള്ള ആ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണ പ്രകാരം പുതിയ നിയമത്തിൽ നാം ഓരോരുത്തരും അനുഗ്രഹങ്ങളായി തീരുകയാണ്. അങ്ങനെ യഹോവ നമ്മെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾക്ക്, അനേകം നേഷൻസിന് വായ്പ കൊടുക്കുമെന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേകം നേഷൻസിന് വായ്പ കൊടുക്കുമെന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേകം ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കയില്ല. നീ അനേകം ജാതികൾക്ക്, അനേകം നേഷൻസിന് വായ്പ കൊടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം അതിൻ്റെ 28 അധ്യായം 12 വാക്യം,
തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേല ഒക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേക ജാതികൾക്ക്, നീ അനേകം നേഷൻസിന് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. വീണ്ടും ആവർത്തിക്കുന്നത് ശ്രദ്ധിക്കുക. നീ അനേകം നേഷൻസിന് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ചിലർ പറയുന്നത് ഓൾഡ് ടെസ്റ്റമെൻ്റ് അല്ലേ? ഈ വചനങ്ങളെല്ലാം പ്രസക്തമാണ്. ഇതിനെല്ലാം പുതിയ നിയമ പ്രസക്തിയുണ്ട്. പുതിയ നിയമത്തിലെ വിജയകരമാകുന്ന ജീവിതവുമായുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നത് വായ്പ വാങ്ങാതെ ജീവിക്കുവാൻ കഴിയും. ചില രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ചില രാജ്യങ്ങളുടെ സംവിധാനം, വീട് വാങ്ങുന്നതിനൊക്കെ വായ്പാ സംവിധാനം അവിടെ ഉണ്ട്. അതില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഇന്നത്തെ കാലത്ത് ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. പല ട്രാൻസാക്ഷൻസും ക്രെഡിറ്റ് കാർഡിലൂടെ മാത്രമേ നമുക്ക് നടത്താൻ കഴിയത്തുള്ളൂ. അവിടെ നമുക്ക് ആരോഗ്യപരമാകുന്ന നിലയിൽ അതെല്ലാം ഉപയോഗിക്കുവാൻ കഴിയും. കടം വാങ്ങുന്നത് പാപമല്ലല്ലോ. കടം പാപമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ നമ്മുടെ ഇൻകത്തേക്കാൾ കൂടുതൽ കടം വാങ്ങി അത് ബാധ്യതയായി തീരുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ അത് മുഖാന്തരം പാപം വരാൻ സാധ്യതയുണ്ട്. നീ കടം വാങ്ങിയത് മുഖാന്തരമായിട്ട് നീ പാപം ചെയ്യുവാൻ സാധ്യതയുണ്ട്. കടം തിരികെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അനീതിയായി തീരുകയാണ്. ധാർമ്മികമായി നീ പരാജയപ്പെട്ടിരിക്കുന്നു. അത് മുഖാന്തരം പാപം വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ, വീട് വാങ്ങുവാൻ വേണ്ടി കടം വാങ്ങുമ്പോൾ അതൊക്കെ തിരികെ കൊടുക്കുവാൻ കഴിയുമോ എന്നുള്ളത് വിശകലനം ചെയ്തതിന് ശേഷം, എൻ്റെ സാമ്പത്തിക നിലവാരം വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാവൂ. അതല്ലാതെ നമുക്ക് ലഭിക്കുന്ന ഇൻകത്തേക്കാൾ കൂടുതൽ EMI കൊടുക്കുന്ന നിലവാരത്തിലേക്ക് ഒരിക്കലും പോകരുത്. 3 ലക്ഷം രൂപ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നു, എന്നാൽ നിങ്ങളുടെ മന്ത്ലി EMI എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. കുടുങ്ങി, വല്ലാതെ കുടുങ്ങി. വീട്ടിൽ പാല് മേടിക്കാൻ കാശില്ല, പിള്ളേരുടെ ഫീസ് കൊടുക്കാൻ കാശില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രത്യേക വചനം 10-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അത് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ, മലയാളത്തിൽ അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. Proverbs chapter 10 and verse number 22, the blessing of the Lord, it makes truly rich. ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേൽ വരുമ്പോൾ ഇറ്റ് മേക്സ് ട്രൂലി റിച്ച് ആൻഡ് ഹി ആഡ്സ് നോ സോറോ വിത്ത് ഇറ്റ്. ദൈവം നിൻ്റെ പക്കൽ പണം തരുമ്പോൾ അതിൻ്റെ കൂടെ കുറേ സോറോയുടെ കർത്താവ് തരത്തില്ല. ആൻഡ് ഹി ആഡ്സ് നോ സോറോ വിത്ത് ഇറ്റ്, നീദർ ഡസ് ടോയിലിംഗ് ഇൻക്രീസ് ഇറ്റ്. ഈ ടോയിലിംഗ് എന്ന് പറയുന്നതും ദൈവവചനപ്രകാരം നിനക്കുള്ളതല്ല. നീ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയായിരിക്കണം, എന്നാൽ ടോയിലിംഗ് നിനക്കുള്ളതല്ല. കടബാധ്യത വരുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആകുലതയായി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. അത് ഒഴിവാക്കുവാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടത്, കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ കടം മടക്കി കൊടുക്കും. ആ തീരുമാനം എടുക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനുള്ള വഴികളും വാതിലുകളും തുറന്നു തരും. രണ്ടാമതായിട്ട് ഈ കാര്യം മനസ്സിലാക്കുക, ദൈവത്തെയും മാമോനെയും നമുക്ക് സേവിക്കാൻ കഴിയുകയില്ല. ദൈവത്തെയും മാമോനെയും നമുക്ക് സേവിക്കാൻ കഴിയത്തില്ല. ആമേൻ. ദൈവത്തെയും മാമോനെയും നമുക്ക് ആരാധിക്കുവാൻ കഴിയത്തില്ല. ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ പണത്തെ ഒരിക്കലും ദൈവമാക്കരുത്. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഈ പണം ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? പിള്ളേർക്ക് ഫീസ് കൊടുക്കുവാൻ പൈസയില്ല. കാരണം സാമ്പത്തികമായിട്ട് കടബാധ്യത മുഖാന്തരമായിട്ട് എല്ലാ വരുമാനവും കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പലിശ കൊടുക്കാൻ പോലും പൈസ തികയുന്നില്ല. ബാങ്കുകാരെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തി വല്ലാത്ത ആകുലതയിലേക്ക് പോകുകയാണ്, ഭയത്തിലേക്ക് പോകുകയാണ്, വ്യാകുലതയിലേക്ക് പോകുകയാണ്. ചിന്താഭാരം തൻ്റെ ഉള്ളിൽ വരുന്നു.
അവിടെ ഈ വ്യക്തിക്ക് രാവിലെ എഴുന്നേറ്റാൽ മുതൽ വൈകുന്നേരം വരെയും പണം 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 എന്ന ഒരു ചിന്തയാണ്. സാധാരണ നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത് പണം കൂടുതലുള്ളവരാണ് പണത്തെ വിഗ്രഹമാക്കുന്നത് എന്നാണ്. എന്നാൽ മറിച്ച് ഈ ഭാഗം കൂടെ ശ്രദ്ധിക്കുക. സാമ്പത്തിക കടബാധ്യതയിലേക്ക് പോകുമ്പോൾ ഈ വ്യക്തി പിന്നെ 24 hours എന്തിനെക്കുറിച്ചായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? പണത്തെക്കുറിച്ചായിരിക്കും. അറിയാതെ പണം വിഗ്രഹമായി തീർന്നില്ലേ? എവിടെ നിന്ന് എനിക്ക് പണം കിട്ടും? നാളെ എങ്ങനെ കുട്ടികളുടെ ഫീസ് കൊടുക്കുവാൻ കഴിയും? നാളെ എങ്ങനെ ആ EMI തിരിച്ചടയ്ക്കുവാൻ കഴിയും? എനിക്ക് കുറേ കൂടെ പണം എവിടെ നിന്നുണ്ടാക്കുവാൻ കഴിയും? പണം 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 എന്നുള്ള ചിന്ത തൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ അറിയാതെ തന്നെ സാമ്പത്തികമില്ലാത്ത വ്യക്തി ഇതാ പണത്തെ സേവിക്കാൻ തുടങ്ങുകയാണ്, പണത്തെ വിഗ്രഹമാക്കുകയാണ്, 24 മണിക്കൂറും പണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കടബാധ്യതയിലൂടെ കടന്നു പോകുന്നു, നിങ്ങൾക്ക് സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നു എങ്കിൽ പ്രഥമമായിട്ട് മനസ്സിനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരണം. അകത്ത് കയറിയിരിക്കുന്ന ആകുലതയെ പുറത്താക്കണം, ചിന്താഭാരത്തെ പുറത്താക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കണം. പകരമായിട്ട് ദൈവ സാന്നിധ്യത്തിൽ മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചിലവഴിക്കണം. പണത്തെക്കുറിച്ച് ചിന്തിക്കാതെ പാലിൻ്റെ പൈസ കൊടുക്കുവാനുണ്ട്, കടയിലെ പൈസ കൊടുക്കുവാനുണ്ട്, ഇന്ന് വീണ്ടും ചില കാര്യങ്ങൾ ചെയ്യുവാൻ പൈസ ആവശ്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഇവിടെയാണ് ഏറ്റവും വലിയ പൈശാചികമാകുന്ന ചതിവ് സംഭവിക്കുന്നത്. ആളുകളെ ഇതിൽ കുടുക്കിക്കളയും. എൻ്റെ അരികിൽ കടബാധ്യതയുള്ളൊരു മനുഷ്യൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ വലിയ വിടുതൽ നടക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്കിപ്പോൾ അന്യഭാഷ പറയുവാൻ കഴിയുന്നില്ല, എപ്പോഴും ഞാൻ കടത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ എന്തൊക്കെയോ ഒരു വിടുതൽ സംഭവിച്ചു. താൻ പെട്ടെന്ന് ആത്മാവിലായി അന്യഭാഷയിൽ ആരാധിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥന സജീവമാകുന്നത് പോലെ എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം പോയതിന് ശേഷമായിട്ട് അടുത്ത ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ദേവദാസനെ, അവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കടമൊന്നും പോയില്ല, പക്ഷേ എൻ്റെ മേലുണ്ടായിരുന്ന കടഭാരം വിട്ടുപോയി. എനിക്കിപ്പോൾ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു. കടത്തെക്കുറിച്ച് ചിന്തിക്കാതെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു. ഇതാണ് ആദ്യമായി സംഭവിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ കടബാധ്യത മുഖാന്തരമായിട്ട് മാമോൻ ദൈവമായി തീർന്നിരിക്കുന്നുവെങ്കിൽ, പണത്തെ നിങ്ങൾ വിഗ്രഹമാക്കിയിരിക്കുന്നുവെങ്കിൽ, കടം നിങ്ങളുടെ ചിന്തയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും പണം 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 എന്നുള്ള ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വിഗ്രഹത്തെ ഉടച്ചു കളയുക, ആ ദൈവത്തെ നിങ്ങൾ ഉടച്ചു കളയുക. പകരം നിങ്ങളുടെ ശ്രദ്ധ കർത്താവാകുന്ന യേശുക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുകയും അനേകം മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ നിങ്ങൾ സമയം ചിലവഴിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുക, വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വചനഭാഗങ്ങൾ, അങ്ങനെയുള്ള വാക്യങ്ങൾ എടുത്ത് ആവർത്തിച്ച് വായിക്കുക. ആ വാക്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തെ ക്ലെയിം ചെയ്യുക. ഞാൻ ഈ മേഖലയിൽ സ്വതന്ത്രനായി തീരുവാൻ പോകുന്നു, അതെൻ്റെ അവകാശമാകുന്നു. ആ അവകാശങ്ങൾ നിങ്ങൾ ഏറ്റുപറയുവാൻ തയ്യാറാകുകയാണ് എങ്കിൽ അത്ഭുത വഴികൾ തുറക്കപ്പെടും. അത്ഭുത വഴികൾ. നമ്മൾ കുറേ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല. പകരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്ത് വന്നിരിക്കുന്ന തെറ്റുകളെ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, തീരുമാനങ്ങളിൽ തെറ്റിപ്പോയി ആ തെറ്റുകളെ ഏറ്റുപറഞ്ഞതിന് ശേഷം, കർത്താവേ, എന്നെ സമ്പൂർണ്ണമായി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ വിട്ടുതരുന്നു, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഈ നിലയിൽ യേശുവുമായി അടുത്ത ബന്ധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ തയ്യാറാകുകയാണെങ്കിൽ കർത്താവ് ഇത് ഏറ്റെടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഇപ്പോഴുള്ള ബാധ്യതകൾ കിങ്ഡം ഫൈനാൻസ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ദൈവരാജ്യ സമ്പത്ത് അത് ഏറ്റെടുക്കുവാൻ പോവുകയാണ്. പരിഹാരം വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നു. കടം വാങ്ങുന്നത് മുഖാന്തരം കടം നമ്മെ അടിമകളാക്കും. സദൃശവാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഈ വചനവും വളരെ ശ്രദ്ധേയമാകുന്നു. സദൃശവാക്യം അതിൻ്റെ 22-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. കടം ഈസ് ഈക്വൽ ടു അടിമത്വം. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. ബാങ്ക് തന്നെ നമുക്ക് ലോൺ നൽകി തരുമ്പോൾ അവർക്ക് പണയം ആവശ്യമല്ലേ? വീട് പണയം വെച്ച് നമ്മൾ ലോൺ എടുക്കുന്നു.
അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ നൽകി തരികയാണെങ്കിൽ അവർ നമ്മുടെ ഫൈനാൻഷ്യലായിട്ടുള്ള അവസ്ഥകളെല്ലാം നോക്കിയതിന് ശേഷം ബാങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹം പണം തിരികെ കൊടുക്കുന്നതെല്ലാം കൃത്യമാണോ എന്നുള്ളതെല്ലാം നോക്കിയതിന് ശേഷമായിട്ടാണ്. അതാണ് നമ്മുടെ പണയം. നമ്മുടെ ആ ഫൈനാൻഷ്യൽ അവസ്ഥയാണ്, ആ സാമ്പത്തിക അവസ്ഥയിൽ നമ്മളിപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത നിലവാരത്തിൽ നിൽക്കുന്നവരാകുന്നു. പണം കടം മേടിച്ചാൽ തിരികെ കൊടുക്കുന്നു എന്നുള്ള ആ സ്കോർ ഉണ്ടല്ലോ, ആ സ്കോറാണ് അവർ പണയമായിട്ട് എടുക്കുന്നത്. അല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ വീട് പണയമായി എടുക്കുന്നു, അല്ലെങ്കിൽ വസ്തു പണയമായും എടുക്കുന്നു, പണയമായിട്ട് അവർ കാണുകയാണ്. ഇപ്പോൾ വീട് പണയത്തിലാകുന്നുവെങ്കിൽ, കടം മേടിച്ചു വീട് പണയത്തിലാകുന്നുവെങ്കിൽ ബാങ്കിൻ്റെ അനുവാദമില്ലാതെ വീട് വിൽക്കാൻ നോക്കുമോ? വീട് നിങ്ങളുടേതാണോ? അല്ല. നിങ്ങളവിടെ താമസിക്കുന്നുവെങ്കിൽ പോലും വീടിൻ്റെ താൽക്കാലികമാകുന്ന ഒരു ഉടമസ്ഥാവകാശം ബാങ്കിനും ലഭിച്ചിരിക്കുകയാണ്. അതാണ് വളരെ വ്യക്തമായിട്ട് അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടം നമ്മെ അടിമകളാക്കും. പണയം വെച്ച് കടം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. ഏതെങ്കിലും നിർവാഹമില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാവൂ. അവിടെയും പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. അല്ലെങ്കിൽ ഒരിക്കലും പണയം വെച്ച് കടം വാങ്ങുന്നത് ഒഴിവാക്കുക. ഈ കടം മേടിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഒരു കടം വാങ്ങിയതിന് ശേഷമായിട്ട് ആ കടത്തെ എങ്ങനെയെങ്കിലും പരിഹരിക്കുവാൻ വേണ്ടി രണ്ടാമത് ഒരു കടം കൂടെ വാങ്ങുന്നു. വീട് പണയം വെച്ച് ഒന്നാമത്തെ കടം വാങ്ങിയ വ്യക്തി വീണ്ടും ബാങ്കിനെ സമീപിച്ചതിന് ശേഷം ആ കട വർദ്ധിപ്പിക്കാമോ എന്ന് ചോദിക്കുകയാണ്. 40 ലക്ഷം രൂപയാണ് ആദ്യം കൊടുത്തത്, പിന്നെ അവർ 20 ലക്ഷം കൂടെ കൊടുക്കുകയാണ്. ആ വീട് വെച്ച് രണ്ടാമത് ഒരു കടം കൂടെ വാങ്ങുന്നു. അങ്ങനെയുള്ള തീരുമാനങ്ങൾ ആരോഗ്യപരമല്ല എന്നാണ് നമുക്ക് ആ ഒരു നിഗമനത്തിലാണ് എത്തിച്ചേരുവാൻ കഴിയുന്നത്. ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യമായി പറഞ്ഞ കാര്യം ഇതാകുന്നു: കടം വാങ്ങിയാൽ തിരികെ കൊടുക്കണം. രണ്ടാമത്, ദൈവത്തെയും മാമോനെയും നമുക്ക് സേവിപ്പാൻ കഴിയുകയില്ല. മൂന്നാമത്, കടം നമ്മെ അടിമകളാക്കും. നാലാമതായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നു: യേശു വന്നത് നമ്മെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയാണ്. നമ്മൾ ഒന്നിനും അടിമകളാകരുതെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശു വന്നത് നമ്മളെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യത്തിൽ, പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതിനുശേഷമായിട്ട് 36-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആ സാക്ഷാലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സാൽവേഷനുമായിട്ടുള്ള ബന്ധത്തിൽ, രക്ഷയുമായിട്ടുള്ള ബന്ധത്തിൽ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന അനേകം വാക്കുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ഫൈനാൻസുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ഉദാഹരണങ്ങൾ പറയാം. റോമാലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ശമ്പളം എന്ന് പറയുന്നത്, വേജസ് എന്ന് പറയുന്നത്, അത് സാമ്പത്തിക മേഖലയിൽ ഉപയോഗിക്കുന്നൊരു പദമല്ലേ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എഫേസ്യ ലേഖനത്തിൽ തന്നെ പോവുകയാണെങ്കിൽ വീണ്ടെടുപ്പ് 7-ാമത്തെ വാക്യത്തിൽ അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ റിഡംഷൻ. ആ റിഡീം എന്ന വാക്കും സാമ്പത്തിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ അവൻ നമുക്ക് താൻ ധാരാളമായി എന്നുള്ളത് ഇംഗ്ലീഷിൽ റിച്ചസ് എന്നുള്ള വാക്കാണ് എഫേസ്യ ലേഖനം 1:8 കാണുവാൻ കഴിയുന്നത്. അതും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പദമാകുന്നുവല്ലോ. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, ഇംഗ്ലീഷിൽ 7-ാമത്തെ വാക്യമാണ്, ഇൻ ഹിം വി ഹാവ് റിഡംഷൻ ത്രൂ ഹിസ് ബ്ലഡ്, ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. അവിടെ റിച്ചസ് എന്ന പദം വരുന്നത് ശ്രദ്ധിക്കുക. ഈ പദങ്ങളെല്ലാം രക്ഷയുമായുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദങ്ങളെല്ലാം സാമ്പത്തിക മേഖലയിൽ ഉപയോഗിക്കുന്ന പദങ്ങളാകുന്നു. അങ്ങനെയെങ്കിൽ യേശു നിങ്ങളെ രക്ഷിക്കപ്പെടുത്തുന്ന സന്ദർഭത്തിൽ, രക്ഷയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ നൽകിത്തരുന്ന സ്വാതന്ത്ര്യം തന്നെ ഫൈനാൻഷ്യൽ മേഖലയിലും നൽകിത്തരുവാൻ ആഗ്രഹിക്കുന്നു. ഫൈനാൻഷ്യൽ ഫ്രീഡം. പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നത് പോലെ തന്നെ സാമ്പത്തിക മേഖലയിലും സ്വാതന്ത്ര്യം നൽകിത്തരുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ യേശു നിങ്ങളെ വീണ്ടെടുത്തതുപോലെ തന്നെ ഇപ്പോൾ കടബാധ്യതയിലായിരിക്കുന്നവരെ കർത്താവ് ആ കടബാധ്യതയിൽ നിന്ന് റിഡീം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു.
അവിടെ നിന്ന് നിങ്ങളെ മടക്കി കടമില്ലാത്തൊരു പ്രതലത്തിൽ എത്തിക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, അവിടുത്തെ കൃപയുടെ ധനപ്രകാരം എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ സോറോ ഇല്ലാത്ത, ദുഃഖവും കഷ്ടതയും ഇല്ലാത്ത സമ്പത്ത് നൽകി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അതിൻ്റെ കൂടെ സോറോ ഇല്ലാത്ത നന്മ കർത്താവ് നൽകി തരുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുകയാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ അനേകരുടെ കടബാധ്യതയുടെ ബന്ധനങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു വീഴുവാൻ പോകുന്നു. കടഭാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകും. ഇന്ന് നിങ്ങളുടെ ഒരു വലിയ വിജയത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും വിടുതലിൻ്റെയും ദിവസമായി തീരുവാൻ പോകുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്നൊരു ദൈവപ്രവൃത്തി ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണം, മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യണം. ഈ സമയത്ത് തന്നെ കടബാധ്യതയുള്ളവർ അതിൽ സ്വതന്ത്രരായി തീരട്ടെ. ആ കടബാധ്യതയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. അവർ മേടിച്ച പണം തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം അവരുടെ പക്കൽ സാമ്പത്തികം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കടവും കൊടുത്തു തീർക്കുവാൻ അവരെ സഹായിക്കണം കർത്താവേ. കടം വരുത്തിയ അടിമത്വത്തിൽ നിന്ന് യേശുവിൻ നാമത്തിൽ അവർ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല കർത്താവേ, അവർ ദൈവത്തെ മാത്രം സേവിക്കുന്നവരായി തീരട്ടെ, യേശുവിനെ മാത്രം സേവിക്കുന്നവരായി തീരട്ടെ. പണം അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു വിഗ്രഹമാകുന്നുവെങ്കിൽ ആ മാമോന്റെ വിഗ്രഹം ഇപ്പോൾ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പണത്തിൽ ഉള്ള ശ്രദ്ധയിൽ നിന്ന് അവരുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് തിരിക്കണം കർത്താവേ. പണം ഒരിക്കലും അവർക്ക് ദൈവമായി തീരരുത്. യേശുവിൻ നാമത്തിൽ അത്തരത്തിലുള്ള ആ ചിന്താമണ്ഡലങ്ങളിലുള്ള ബന്ധനങ്ങൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ കത്തിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ടോട്ടൽ ഫ്രീഡം കർത്താവേ, പൂർണ്ണ സ്വാതന്ത്ര്യം അവരുടെ മേൽ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധി അവരുടെ മേൽ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സോറോ ഇല്ലാത്ത സമ്പത്ത് അവരുടെ പക്കൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ഞാൻ സാമ്പത്തികമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടൊന്നിച്ച് തന്നെ ശാരീരിക രോഗം അനുഭവിക്കുന്നവരെ തൊടണം കർത്താവേ. ഇപ്പോൾ അവരുടെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ, രോഗബാധകൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർമ്മക്കുറവുകൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഹൃദയ സംബന്ധമാകുന്ന രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, കിഡ്നിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത രോഗസൗഖ്യങ്ങളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ലിവർ ട്രാൻസ്പ്ലാന്റേഷനും യേശുവിൻ നാമത്തിൽ ഞങ്ങളതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണമേ. യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ആമേൻ. യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആമേൻ പങ്കുവയ്ക്കണം. വിശേഷിച്ചും കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അയച്ചു കൊടുക്കണം. അതോടൊന്നിച്ച് തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.